ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ഡിഷുമായിട്ടാണ്. ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ വലിയ അപ്പമില്ലേ, ആ അപ്പവുമായിട്ട് സാമ്യമുള്ള ഒരു ഡിഷാണിത്. ഇത് നോർത്ത് ഈസ്റ്റേൺ സൈഡിലൊക്കെ പരമ്പരാഗതമായ ഒരു ഡിഷാണ്. അവർ ഫെസ്റ്റിവലിന് മറ്റുണ്ടാക്കുന്നത്. നമ്മളും അപ്പം അങ്ങനെയല്ലേ, വല്ല ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് അല്ലാണ്ട് ഡെയിലി ഒന്നും ആരും അപ്പം ഉണ്ടാക്കി കഴിക്കുമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ശ്രദ്ധയോടെ കാണുകയും വേണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദ. ഇത് ശരിക്കും ആട്ടയിലും മൈദയിലും രണ്ടിലും ഉണ്ടാക്കും. ഇത് 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് നമ്മുടെ പാൽപ്പൊടി. 1.5 കപ്പ് മൈദ, 1 കപ്പ് പാൽപ്പൊടി. ഇത് രണ്ടാമത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വെള്ളം പോലെ കലക്കി എടുക്കണം, അതാണ് വേണ്ടത്. ഇത് കലക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളമല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് പാല് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം 1 കപ്പ് പാലെടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് നല്ല വെള്ളം പോലെ കലങ്ങി എടുക്കണം. ഇത് എല്ലാം കട്ടി കെട്ടാതെ എടുക്കണം. 1.5 കപ്പ് മൈദയും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മിൽക്ക് പൗഡർ. മിൽക്ക് പൗഡർ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ലൂസായിട്ട് വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. 1/2 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കാം. അറിയാലോ, പാൽപ്പൊടിയെല്ലാം ചേർത്താൽ തന്നെ നമുക്ക് നല്ല ഒരു സ്മെല്ലും നല്ല ടേസ്റ്റുള്ള സംഗതികളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡിഷ് വളരെ സിമ്പിളാണിത്. ഇത് മൈദ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നത്, പാൽപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, പാലും ഉണ്ടാവും. എല്ലാം കൂടെ നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ അധികം കട്ടിയാവാനും പാടില്ല. മൈദ അറിയാലോ, പെട്ടെന്ന് തന്നെ കട്ടിയാവുന്ന സാധനമാണ്. ഇത് നിങ്ങൾക്ക് ഗോതമ്പ് മാവിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയും ഇതേമാതിരി തന്നെ എല്ലാം ചേർത്തിട്ട്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ, മാൽപ്പുവ എന്നാണ് ഇതിന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വലിയ അപ്പത്തിനെ പഞ്ചസാര പാനിയിലിട്ട മാതിരിയാണ് എനിക്ക് തോന്നിയത് മാൽപ്പുവ. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റണം. കുറച്ചുകൂടെ പാല് ചേർക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരു 1.25 കപ്പ്, 1.5 കപ്പ് മൈദ, 1 കപ്പ് പാൽപ്പൊടി, പിന്നെ 1.25 കപ്പ് പാല് ഇത് ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കലക്കി എടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് കോരി ഒഴിക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കണം. വേഗം കഴിയുന്നതാണിത്. എല്ലാവരും കാണണം. ഷോ എല്ലാം കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കാറുണ്ടോ എന്ന് പറയണം. എൻ്റെ ടിപ്സ് എല്ലാം എല്ലാവരും കാണുന്നുണ്ടോ? ടിപ്സ് എല്ലാം കാണണം. ഇനിയും പുതിയ ടിപ്സുകൾ വരുന്നതാണ്. ഇതാ ഈ ഒരു ഇതിൽ ഇപ്പം എല്ലാം ഒന്നും കെട്ടാതെ, ഒന്നും കട്ടയൊന്നുമില്ലല്ലോ, നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് പഞ്ചസാര പാനി ഉണ്ടാക്കണം. ഇതിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാരയുടെ പാനിയിലേക്കാണ് ഇടുക. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാരണം ഇത് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കണമല്ലോ, വേറെ പഞ്ചസാരയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒരേ അളവിലെടുക്കണം. എന്നിട്ട് നന്നായി അത് പാനിയാവട്ടെ. പാനിയായി എന്ന് പറഞ്ഞാൽ അധികം കുറുകിപ്പോകാനൊന്നും പാടില്ല. കാരണം ഇത് അതിൽ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് മധുരം കയറുകയുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായി ഇളകി എല്ലാം അലിഞ്ഞു ചേർന്നതിന് ശേഷം ഒരു നൂൽ പരുവമാകുമ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. പഞ്ചസാര പാനി റെഡിയായി. അതിലേക്ക് കുറച്ച് ഏലക്കായ് കൂടെ ഇട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ മാവ് കോരി ഒഴിക്കണം. ഉണ്ടല്ലേ, ഈ മാവ് കോരി ഒഴിച്ച് വേഗം കഴിയുന്ന ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒരു പ്രയാസവും ഇല്ല ഇത് ഉണ്ടാക്കാൻ.
മാൽപ്പുവ. നല്ല പേരല്ലേ മാൽപ്പുവ. നന്നായി അധികം ചൂടാവണ്ട, കാരണം വെച്ചാൽ ഇത് ഉള്ളിലെല്ലാം വേവണ്ടേ. അപ്പം നമുക്ക് ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതിനുണ്ടാക്കാൻ. ഒരു ലൈറ്റ് ചൂടായതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കണം. പൊന്തി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിക്കാം. മെല്ലെ മെല്ലെ പൊന്തുന്നുണ്ട്. അപ്പോൾ ഇത്രയേ പാകം വേണ്ടു. ഇനി നമുക്കിത് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല മെല്ലെ പൊന്തി വരും. രണ്ട് സൈഡും ആവണം. ഒരു സൈഡ് കുറച്ചായതിനു ശേഷം മറിച്ചിടാം. ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഉണ്ടാക്കണം, കാരണം വെച്ചാൽ ഇത് ഉള്ളു പോവണമല്ലോ. സിമ്മ് തീരെ കുറച്ച് വെച്ചാൽ മതി. പാൽപ്പൊടിയുടെ മാൽപ്പുവ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എന്തായാലും ഉണ്ടാക്കണം എല്ലാവരും. നന്നായിട്ട് രണ്ട് സൈഡും ആയി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്നാവട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടി നല്ല ടേസ്റ്റ് അല്ലേ, പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കയ്യിൽ മാത്രം എടുത്താൽ മതി. എണ്ണ കുറച്ചിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരും. എപ്പോൾ കാണുന്നില്ലേ, നമ്മളെ നെയ്പ്പത്തലെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരാറുണ്ട്. അതിങ്ങനെ എണ്ണയാക്കി കൊടുക്കുന്ന സമയത്താണ് പൊന്തി വരിക. അതിൽ തൊട്ടുപോകാൻ പാടില്ല. അത് സിമ്മിൽ വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടായിപ്പോവും, പിന്നെ ഉള്ളിൽ അങ്ങനെ വേവില്ല. നല്ലൊരു മധുരമുള്ള ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പൊന്തി വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ മെല്ലെ സിമ്മിൽ വെച്ചാന്നാണ് നന്നായിട്ട് പൊന്തി വരുന്നത്. ഇനി വലിയ എണ്ണയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് സിമ്മിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും നന്നായി ആയതിനു ശേഷം നമുക്ക് മറിച്ചിടാം. ചിലർക്കൊക്കെ ചില കംപ്ലൈൻ്റ് ഉണ്ട്, ഞാൻ അധികവും മധുര പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. ഈ മധുര പലഹാരം ഉണ്ടാക്കുന്ന കാരണം ബംഗാളീസിൻ്റെ കൂടെയല്ലേ കൂട്ട്. അവർ സ്വീറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാനും ആ സൈഡിലേക്ക് അങ്ങ് പോയതാണെന്ന് തോന്നുന്നു. അവർ കൂട്ടാനുണ്ടാക്കുമ്പോൾ പോലും കുറച്ച്, എല്ലാ കറിയിലും കുറച്ച് പഞ്ചസാര ഇടും. അവരെ കൂട്ടാനെല്ലാം കൊണ്ട് ചെറിയൊരു മധുരമായിരിക്കും. കൂടി നമുക്ക് അരച്ച് വെക്കണം. എണ്ണ എല്ലാം നീക്കിക്കളഞ്ഞ് കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നെക്സ്റ്റ് വൺ ട്രൈ.
ഇത്ര കുറച്ചേ എടുത്തിട്ടുള്ളൂ, എന്നിട്ടും എത്രയോ ഒരു 6 or 7 ഉണ്ടാക്കാൻ പറ്റും ഇതിനെക്കൊണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സുമാർക്കെല്ലാം അയച്ചു കൊടുക്കണം. നമ്മുടെ അപ്പം മാതിരി തന്നെ, ചെറിയൊരു വ്യത്യാസം. അപ്പത്തിൽ നമ്മൾ ആദ്യം മധുരം ചേർക്കും, ഇത് അവസാനം മധുരം ചേർക്കും. നന്നായി പൊന്തി വരുന്ന കണ്ടില്ലേ? എല്ലാവരും നന്നായിട്ട് ഇത് 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് അധികം വെള്ളം പോലെ ഞാനിപ്പോൾ കാണിച്ചല്ലോ, ഇത് കോരി ഒഴിക്കാൻ പറ്റും, കോരി ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, ആ ഒരു പരിപാടി. ഞാനിപ്പം വിചാരിക്കത് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, എന്നാൽ ഇനിയും പൊന്തി വരും അല്ലേ, നല്ലൊരു ഷേപ്പും കിട്ടും. പക്ഷേ ഇങ്ങനെ ഉണ്ടാവാം മാൽപ്പുവ, കുറച്ച് അറ്റം ഇതായിട്ടുണ്ടാവും. നമ്മുടെ അരിയെല്ലാം വെച്ചാൽ ഉള്ളിൽ വന്നിട്ടില്ല എന്നെല്ലാം വിചാരിക്കും, പക്ഷെ ഇതങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വലിയ അപ്പം ഉണ്ടാക്കുന്നതിലും ഈസി ആയിട്ടാണ് ഈ സംഭവം. ഇത് പക്ഷേ പഞ്ചസാരയാണ് കൂടെ. അങ്ങനെ നമ്മുടെ മാൽപ്പുവ റെഡി ആയിരിക്കുകയാണ്. നല്ല പേരുമല്ലേ മാൽപ്പുവ, നല്ല ടേസ്റ്റാട്ടോ. കാരണം ഇത് പാൽപ്പൊടിയുടെ ടേസ്റ്റ്, മൈദ, വേറെ അതിൽ ഞാൻ പഞ്ചസാരയെ ചേർത്തില്ല. പക്ഷെ പഞ്ചസാര പാനിയിൽ ഇതിൻ്റെ നോക്കിയേ, ഈ ഏലക്കായി, ആ പച്ച കളറും ഇതെല്ലാം കൂടി ഇടേണ്ടത്. ഏലക്കായി നടു പളർന്നിട്ട് അങ്ങിട്ടാൽ മതി, പൊടിക്കൊന്നും വേണ്ട. ആ ഏലക്കായുടെ കുറച്ച്, നിങ്ങളുടെ വീട്ടിൽ കുറച്ച് കുങ്കുമപ്പൂണ്ട്, അതും കൂടി ചേർത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം അവർ ഒരു പാർട്ടിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഡിഷായി വെച്ച് നോക്കിയേ, അവർ ചോദിക്കും ഇത് എവിടെ നിന്ന്, ഇത് നമ്മുടെ അല്ലല്ലോ. അതുകൊണ്ട് മാൽപ്പുവ എല്ലാവരും പേരും നന്നായി പഠിച്ചോ കേട്ടോ, നല്ല പേരല്ലേ മാൽപ്പുവ. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സുമാർക്കെല്ലാം കഴിക്കണ്ടേ, എല്ലാവരും കഴിക്കട്ടെ. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വിഭവമായി വരുന്നത് വരെ ബൈ.